ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങൾക്കേവർക്കും ഉയർത്തെഴുന്നേറ്റവനായ കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ പ്രഭാത ദിനത്തിലേക്ക് വളരെ വിനീതമായി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം 16 ഏപ്രിൽ 2026, ഈ മാസത്തെ 16-ാമത്തെ ദിവസം, ഈ വർഷത്തിലെ 106-ാമത്തെ ദിവസമാണ് ഇന്ന്. ഉയർപ്പിന് ശേഷമുള്ള 12-ാമത്തെ ദിവസം. ഇന്ന് 477-ാമത്തെ എപ്പിസോഡ് പബ്ലിഷ് ചെയ്യുന്നതിനായി ദൈവത്തിൽ ശരണപ്പെടുന്നു. ഇന്നത്തെ ധ്യാന വിഷയം പരിശുദ്ധ റൂഹ. ഒരു പരസ്യവാചകം ഓർമ്മ വരുന്നു. ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുന്നു. അതേ ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറും. റൂഹായെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് തന്നെ പറയാതിരിക്കാനാവില്ല. പരിശുദ്ധാത്മാവ് വന്നില്ലായിരുന്നുവെങ്കിൽ പെന്തക്കോസ്ത് തിരുനാൾ ശിഷ്യഗണത്തെ സംബന്ധിച്ചിടത്തോളം പുത്തനുണർവായിരുന്നു, പ്രതീക്ഷയായിരുന്നു. ഇരുട്ടിൻ്റെ നടുവിൽ മാളിക മുകളിൽ കഴിഞ്ഞിരുന്ന നിരാശ നിറഞ്ഞ അവരുടെ ജീവിതത്തിലേക്ക് പ്രകാശമായി, അഗ്നിനാവായി പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. ഓ, എന്തൊരു മാറ്റമാണ് ആ ശിഷ്യഗണത്തിൻ്റെ പിന്നീടുണ്ടായത്! അമ്പരപ്പിക്കുന്ന അവിശ്വസനീയമായ ഒരു മാറ്റമാണ് നാം ഇവിടെ കാണുന്നത്. ആകെ കൂടി നിരാശയിലായിരുന്നു അവർ. ജീവിതത്തിൻ്റെ പുത്തൻ നിയോഗങ്ങളിലേക്ക് വലകൾ ഉപേക്ഷിച്ച് ഇറങ്ങുവാൻ ഉപദേശിച്ച ആത്മനാഥന് നീതിരഹിതമായ മരണം സംഭവിച്ചിരിക്കുന്നു. രാഷ്ട്രീയ കരുനീക്കങ്ങൾ ചുടലമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. എന്ത് സംഭവിക്കാം? ആത്മനാഥനെ പോലെ തങ്ങളും കൊല്ലപ്പെടാം, ക്രൂശിക്കപ്പെടാം. മുമ്പിലുള്ളത് ഭീതിയുടെ നിഴലിൽ മാത്രം. ഇങ്ങനെ ഒരു അവസരത്തിലാണ് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം. ഇന്ന് അതിനായി നാം എടുത്തിരിക്കുന്ന വേദഭാഗം എന്ന് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വേദഭാഗമാണ്. അതിൽ പ്രകാരം പറഞ്ഞിരിക്കുന്നു: എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിക്കാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അന്ന് ആകാശത്തിന് കീഴിലുള്ള സകല ജാതികളിൽ നിന്നും യെരൂശലേമിൽ വന്നു വാർത്ത യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാർ ഉണ്ടായിരുന്നു. ഈ മുഴക്കം ഉണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി. ഓരോരുത്തൻ താൻ്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്നുപോയി എന്നാണ് ഈ വേദഭാഗം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. അതോടെ ശിഷ്യഗണത്തിൻ്റെ ജീവിതം എത്രയോ മാറിപ്പോയി. ഭയം വിട്ടുമാറി, നിരാശയാകുന്നു പോയി. ഐക്യത്തിൻ്റെ അരൂപിയിലേക്ക്, കൂട്ടായ്മയുടെ സംഗീതത്തിലേക്ക് അവർ കൈകോർത്ത് പിടിച്ച് പ്രവേശിക്കുകയുണ്ടായി. പുത്തൻ വെളിപാടുകളും നിയോഗങ്ങളും ഏറ്റെടുക്കുവാൻ അവർ കരുത്തു നേടുന്നു. സാധാരണ മനുഷ്യരായിരുന്ന അപ്പോസ്തലന്മാർ അസാധാരണ മനുഷ്യരായി മാറുന്നു. ആ അസാധാരണതയിൽ നിന്നാണ് യേശുവിന് വേണ്ടി മരിക്കാൻ പോലും അവർ സന്നദ്ധരാകുന്നത്. ഇതാണ് പരിശുദ്ധാത്മാവ് വ്യക്തിയിലേക്ക് കടന്നു വരുമ്പോൾ സംഭവിക്കുന്ന അതിശയകരമായ മാറ്റമെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. സകല സത്യത്തിലും വഴി നടക്കുന്ന റൂഹ എന്ന കാര്യസ്ഥൻ അവരുടെ പ്രവർത്തന പന്താവുകളെ ധന്യമാക്കുന്നു. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഭാഷ അവർ സ്വന്തമാക്കുന്നു. ആ ഭാഷ സ്വന്തമായുള്ളത് കൊണ്ടാണ് ഓരോരുത്തർക്കും താങ്കളുടെ ഭാഷയിൽ അത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. ഇന്ന് നിന്റെ ഭാഷ അടുത്ത് നിൽക്കുന്ന ആൾക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ അതിന് കാരണമൊന്നേ ഉള്ളൂ: സ്നേഹത്തിൻ്റെ ഭാഷ അതിന് നഷ്ടമായിരിക്കുന്നു. സാഹോദര്യത്തിൻ്റെ ഭാഷ അവിടെ അന്യമായിരിക്കുന്നു. അനൈക്യവും അഹന്തയും താൻ പോരിമയും ഉള്ളത് കൊണ്ടാണ് ബാബിലോണിലെ ഭാഷ ചിതറിക്കപ്പെട്ടത്. ഒരൊറ്റ ഭാഷയായിരുന്നത് വ്യത്യസ്ത ഭാഷകളായി കേൾവിക്കാർക്ക് അനുഭവപ്പെടുന്നു. പക്ഷേ മാളിക മുകളിലെ ഭാഷ എല്ലാവർക്കും അവരവരുടെ ഭാഷയായി അനുഭവപ്പെടുന്നു. കാരണം അതിൽ സ്നേഹവും സാഹോദര്യവും ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് ഏവർക്കും മനസ്സിലാകും. പരിശുദ്ധാത്മാവിൻ്റെ ആഗമനമാണ് വ്യക്തിബന്ധങ്ങളിൽ ഐക്യവും സ്ഥാനവും സ്നേഹവും സമ്മാനിക്കുന്നത്. സഭയ്ക്ക് സംഭവിച്ച പുതുക്കം വ്യക്തികൾക്കും അവകാശപ്പെട്ടതാണ്. ബന്ധങ്ങളിൽ പരിശുദ്ധാത്മ സാന്നിധ്യം നഷ്ടമാകുന്നുവോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മനസ്സും ശരീരവും ഒന്നാവാൻ വിളിക്കപ്പെട്ട ദമ്പതികൾക്കിടയിൽ മനസ്സിലാക്കപ്പെടാതെ പോകുന്ന വിചാരങ്ങളുണ്ടോ? ജീവൻ പകുത്ത്
നൽകിയ കുഞ്ഞുങ്ങളുടെ നൊമ്പരങ്ങൾ തിരിച്ചറിയപ്പെടാതെ പോകുന്നുവോ? രക്തബന്ധത്തിൻ്റെ നന്മയായ സഹോദരങ്ങളുടെ നെടുവീർപ്പുകളുടെ ഭാഷ മനസ്സിലാക്കപ്പെടാതെ പോകുന്നുണ്ടോ? ഓർക്കുക, സ്നേഹത്തിൻ്റെ നിർമ്മലതയുടെ റൂഹായെ തേടേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ ഇവിടെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ആഗമനവും ഇടപെടലും സകലത്തിനും പുതുക്കുന്ന അനുഭവമാണ്. കർത്താവിൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ ശിഷ്യഗണത്തിന് നൽകിയ ഉറപ്പായിരുന്നു കാര്യസ്ഥനെ അയക്കും എന്നത്. ആ ഉറപ്പിൻ്റെ പൂർത്തീകരണമായിട്ട് കൂടിയായിരുന്നു പരിശുദ്ധാത്മാവിൻ്റെ ആഗമനമെന്ന് നമുക്ക് ഏവർക്കും അറിയാം. വീണ്ടും ജനനവും പരിശുദ്ധാത്മദാനവും ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒന്നല്ല, മറിച്ച് അനുദിനം വളർന്നു വരാനുള്ള നിയോഗമാണ് അതിലുള്ളത്. നാം എന്തായിരിക്കുന്നുവോ ആ അവസ്ഥയിൽ നിന്ന് പുതിയൊരു സൃഷ്ടിയാകുവാനുള്ള അവസരം ഉൾവിളിയുമാണ് അത് സമ്മാനിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പരിശുദ്ധാത്മാവേ വരിക, സകല സൃഷ്ടിയെയും പുതുക്കുക എന്ന് നാം ഒരു പ്രാർത്ഥന പോലെ എപ്പോഴും ഉരുവിട്ടുകൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് പുതുമയിൽ വളരുവാനും ജീവിക്കുവാനും സാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് ഏവർക്കും അറിയാമെങ്കിലും എത്രമാത്രം അത് നമ്മൾ അംഗീകരിക്കുന്നുവെന്ന് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു. യേശുവിൻ്റെ സ്നാപന ശുശ്രൂഷയിൽ പോലും അതാണ് വെളിപ്പെട്ടത്. ജനത്തിന് മുമ്പേ യേശുവിൽ പരിശുദ്ധാത്മവാസം ബലപ്പെട്ടിരുന്നു. മറിയാമിൻ്റെ ഗർഭധാരണത്തിലൂടെ ആയിരുന്നു അത് സംഭവിച്ചത്. പിന്നീട് തനിക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിനെ പുനരുദ്ധാനത്തിന് ശേഷം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ശിഷ്യന്മാർക്ക് നൽകുകയും ചെയ്തു. ഇന്നും സഭയെ നയിക്കുന്നത് ഈ പരിശുദ്ധാത്മാവാണ്. സഭാ ശുശ്രൂഷകളിൽ വിശുദ്ധ കുർബാനയിലൂടെ സത്യവിശ്വാസികൾ അനുഭവിക്കുന്നതും ഈ പരിശുദ്ധാത്മാവിനെയാണ് എന്നത് നാം മറന്നു പോകരുത്. അതുപോലെ എല്ലാ ആത്മീയ വരങ്ങൾക്കും നാം ഒന്നുപോലെ പ്രാധാന്യം നൽകേണ്ടിയിരിക്കുന്നു. 1 കൊരിന്ത്യർ 12-ാം അധ്യായം ഇക്കാര്യമാണ് പ്രതിപാദിക്കുന്നത്. എല്ലാ വരങ്ങളെയും തുല്യ പ്രാധാന്യത്തോടെ ധ്യാനിക്കുവാൻ നമുക്ക് കഴിയണം. എങ്കിൽ മാത്രമേ ആത്മാവിനെ പുതുക്കത്തിൻ്റെ പൂർണ്ണത നമ്മിലേക്കും കടന്നു വരികയുള്ളൂ എന്ന് നാം ഓരോരുത്തരും ഓർത്തിരിക്കേണ്ടതുണ്ട്. പരിശുദ്ധാത്മാവിനെയും വരങ്ങളെയും കുറിച്ചുള്ള തെറ്റായ വ്യാഖ്യാനത്തിൽ നിന്ന് നാം അകന്നു പോകേണ്ടിയിരിക്കുന്നു. ആത്മീയ മരവിപ്പിലൂടെ കടന്നു പോവുകയാണെങ്കിൽ മുമ്പത്തേക്കാളും കൂടുതലായി നാം പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കേണ്ടിയിരിക്കുന്നു, പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു, കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. ലോകത്തിന് പ്രകാശം നൽകാൻ, സ്നേഹം പകരുവാൻ, ആർദ്രതയുടെ കരം നീട്ടുവാൻ പരിശുദ്ധാത്മാവേ കടന്നു വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അനുരഞ്ജനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നീർച്ചാലുകൾ നമുക്കിടയിലൂടെ ഒഴുക്കുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ. നവമായ അഭിഷേകം നൽകി ഞങ്ങളുടെ ജീവിതങ്ങളെ ധന്യമാക്കണമേ. പരിശുദ്ധാത്മാവേ വരിക, സകല സൃഷ്ടിയെയും പുതുതാക്കുക എന്ന് നമുക്ക് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആ അനുഗ്രഹത്തിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് ലഭ്യമാകട്ടെ. അതിനായി നാം ഇടപെടാതെ പ്രാർത്ഥിക്കുകയും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുകയും നമ്മൾക്ക് കിട്ടുന്നതായ കൃപാവരങ്ങൾക്ക് വേണ്ടി 1000 പ്രാവശ്യം നന്ദി പറയുകയും ചെയ്യുകയാണ് വേണ്ടത്. അതിനായി ദൈവം നമ്മളെ എല്ലാവരെയും ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.